ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷുർ CMA മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലേസ് ഓഫ് സപ്ലൈയും GST കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ ഗുഡ്സിനും സർവീസസിനും രണ്ട് രീതിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ അറിഞ്ഞാൽ മാത്രമാണ് ഏത് GST ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷനാണ്, ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലെവി ചെയ്യുന്നത് CGST ആൻഡ് SGST ആയിരിക്കും. ഇനി ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മളവിടെ ചാർജ് ചെയ്യുന്നത് IGST ആയിരിക്കും. ഇനി ഒരു സംസ്ഥാനം ഒരു ടെറിട്ടറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ UTGST ആയിരിക്കും ചാർജ് ചെയ്യാൻ പോകുന്നത്. സോ അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സപ്ലൈ എവിടെയാണ് നടക്കുന്നത്, റിസീപ്പിയൻ്റ് എവിടെയാണ്, സപ്ലയർ എവിടെയാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് അവരുടെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും രണ്ട് പ്രധാന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആണ്. ലൊക്കേഷൻ ഓഫ് സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദി സപ്ലയറുടെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അതാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് സപ്ലയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ റിസീപ്പിയൻറ്റിൻ്റെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അതാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ സപ്ലയറുടെ പ്ലേസ് ഓഫ് സപ്ലൈ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു പ്ലേസ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു കേസസ് വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇനി നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ലെവി ചെയ്യാനായിട്ട് താഴെ പറയുന്ന കുറച്ചൊരു 6 ഹെഡിലുള്ള കാര്യങ്ങളിൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യം പഠിച്ചാൽ മാത്രം മതി. അതാണ് ഈ ഒരു ഏരിയയിലെ പ്രധാന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്, സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. സപ്ലൈയിൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്ന് വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു സാരി ഡീലറാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് ഇന്ന പ്രൊഡക്റ്റ് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സാരി പാക്ക് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ സാരി എന്ന് പറയുന്ന വസ്തു എൻ്റെ കയ്യിൽ നിന്നും തിരുവനന്തപുരത്തുള്ള എൻ്റെ ബയറുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഒരു ഗുഡ്സ് അവിടെ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തു അവരുടെ കയ്യിലാണ് ഫൈനലി റീച്ച് ചെയ്യുന്നത്. സോ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലേസ് വെയർ മൂവ്മെൻറ്റ് ടെർമിനേറ്റ്സ് ഫോർ ഡെലിവറി ടു ദി റിസീപ്പിയൻറ്റിന് വേണ്ടി ഗുഡ്സ് എവിടെയാണോ ഡെലിവർ ആവുന്നത് അവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിൽ തിരുവനന്തപുരത്താണ് എൻ്റെ ബയർ ഇരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബയറിനാണ് ഞാൻ എൻ്റെ സാരി കൊടുക്കുന്നത്, അവർ ഓർഡർ ചെയ്ത സാരി കൊടുക്കുന്നത്. സോ റിസീവ് ചെയ്യുന്ന അദ്ദേഹമാണ്, റിസീവ് ചെയ്യുന്ന പ്ലേസ് തിരുവനന്തപുരമാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, ഗുഡ്സ് ഡെലിവേർഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. ഒരു തേർഡ് പേഴ്സൻ്റെ ഡയറക്ഷൻ വഴി നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ നടക്കുന്നതെന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് ഇന്നൊരു മൊബൈൽ വേണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ആൾക്ക് ആവശ്യപ്പെട്ട ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നു ഓക്കെ, ഞാനത് ചെക്ക് ചെയ്തിട്ട് നിനക്ക് മേടിച്ച് തരാമെന്നുള്ള രീതിയിൽ പറയുന്നു. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, ഞാൻ കേരളയിലാണ്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത സപ്ലയറും തമിഴ്നാട്ടിലാണ്. സോ ഞാൻ തമിഴ്നാട്ടിലുള്ള ആ ഒരു ഗുഡ് സപ്ലയറുടെ അടുത്ത് ചെന്ന് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു മൊബൈൽ വാങ്ങിയതിന് ശേഷം ഞാൻ ഒരിക്കലും ആ ഗുഡ്സ് ഇനി തിരിച്ച് സപ്ലയറുടെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ കേരളത്തിലേക്ക് വന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എൻ്റെ തമിഴ്നാട്ടിലെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുന്നതിലും ബെറ്റർ നേരെ ആ തമിഴ്നാട്ടിലുള്ള ആ ഒരു സപ്ലയർ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഈസി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ഈ ഗുഡ്സ് എൻ്റെ ഡയറക്ഷനാണ് ഞാൻ ആ സപ്ലയറിന് കൊടുക്കുന്നത്. ഈ ഗുഡ്സ് നേരെ ഇന്ന അഡ്രസ്സിലുള്ള എൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സപ്ലയർ ഞാൻ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ അഡ്രസ്സിൽ എൻ്റെ ഫ്രണ്ടിന് ആ ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടും സപ്ലയറും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഇവിടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ ഇൻ്റർഫിയർ ചെയ്തിരിക്കുന്നത് ശരിക്കും ഞാനും സപ്ലയറും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇൻറ്ററാക്ട് ചെയ്തിരിക്കുന്നത്.
സോ ഈ ഫ്രണ്ടിനും സപ്ലയറിനും ഇവർ തമ്മിൽ പരസ്പരം അറിയില്ല. ഞാനും കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ കൊണ്ടാണ് ആ സപ്ലയർ ഇന്ന അഡ്രസ്സിലേക്ക് എൻ്റെ ഫ്രണ്ടിന് ഫോണ് അയച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ് അവൻ ആ ഗുഡ്സ് അങ്ങോട്ട് ഡെലിവർ ചെയ്തത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദി തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ, ഇപ്പം ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ കേരളയിലിരിക്കുന്ന ഞാനാണ് ഇവർക്ക് ഡയറക്ഷൻ കൊടുത്ത് ഞാനൊരു സപ്ലയറിനെ കണ്ടുപിടിച്ച് ഗുഡ്സ് വാങ്ങി അത് മറ്റേ ആളുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞത്. സോ എൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ് നടന്നത്. സോ എൻ്റെ ലൊക്കേഷൻ, എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അതായിരിക്കും നമ്മുടെ എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ. ആ ഒരു സിറ്റുവേഷനിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആ തേർഡ് പേഴ്സണിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണോ അതായിരിക്കും എന്ത് പ്ലേസ് ഓഫ് ബിസിനസ്. പ്ലേസ് ഓഫ് ബിസിനസ് അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് കേസ് സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സാരി വാങ്ങുന്നത് തിരുവനന്തപുരത്തുള്ള വ്യക്തിയാണ്. സോ തിരുവനന്തപുരത്തുള്ള വ്യക്തിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു റീറ്റെയിലറാണ്, ഞാൻ ആക്സസറീസൊക്കെ സെയിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റൊരു ബയർ വന്ന് എൻ്റെ ഷോപ്പിൽ നിന്ന് ആക്സസറീസ് വാങ്ങുന്നു, അവർ പോകുന്നു. ഇവിടെ ഞാൻ ആർക്കും ഗുഡ്സ് എത്തിച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, അവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അവർ വന്നു വാങ്ങി അവർ തന്നെ പോയി. അതുകൊണ്ട് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അവിടെ ഇല്ല. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ടു ദ റെസിപ്പിയൻറ്റ്. റെസിപ്പിയൻ്റ് ഈ ഗുഡ്സ് സ്വീകരിക്കുന്ന ടൈമിൽ എവിടെയാണോ ഗുഡ്സ് ഇരിക്കുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ഈ കേസിൽ എൻ്റെ ഷോപ്പിലേക്ക് വന്ന എൻ്റെ ഷോപ്പിലേക്ക് വന്ന ബയർ ആ ഗുഡ്സ് എൻ്റെ ഷോപ്പിൽ കണ്ടതുകൊണ്ടാണ് വന്നത്. സോ എൻ്റെ ഗുഡ്സ് ഇരിക്കുന്നത് എൻ്റെ കടയിലാണ്. അതുകൊണ്ട് എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നടത്തിയിരിക്കുന്ന ആ ഷോപ്പായിരിക്കും, ഷോപ്പിരിക്കുന്ന പ്ലേസ് കേരളയാണെങ്കിൽ ആ കേരളയായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് ഗുഡ്സ് അസംബിൾഡ് ഓർ ഇൻസ്റ്റോൾഡ് അറ്റ് സൈറ്റ്. നമ്മൾ ഗുഡ്സ് അസംബിൾ ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഗുഡ്സ് അസംബിൾ ചെയ്യുന്നതും ഇൻസ്റ്റോൾ ചെയ്യുന്ന പ്ലേസ് എവിടെയാണോ അതായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡീലറാണ്, അദ്ദേഹം കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ AC ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ബി എന്ന് പറയുന്ന കസ്റ്റമർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരു AC വാങ്ങി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. സോ അതിൻ്റെ ഫർദർ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ എ എന്ന് പറയുന്ന ആളുടെ ഷോപ്പിലെ സർവീസ്മെൻനെയൊക്കെ എങ്ങോട്ട് വിട്ടു, തമിഴ്നാട്ടിലേക്ക് ബി എന്ന് പറയുന്ന കസ്റ്റമറുടെ അടുത്തേക്ക് വിട്ടു. അവിടെ ചെന്ന് ഇവർ വേണ്ടത്ര സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ആ AC ഫിറ്റ് ചെയ്തിട്ട് പോന്നു. ഈ കേസിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റലേഷൻ നടത്തിയ പ്ലേസ് എവിടെയാണോ അല്ലെങ്കിൽ ഗുഡ്സ് അസംബിൾ ചെയ്ത പ്ലേസ് എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പോൾ ഈ ഒരു കേസിൽ AC ഇൻസ്റ്റോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന കസ്റ്റമറുടെ അടുത്താണ്. ബി എന്ന് പറയുന്ന കസ്റ്റമർ തമിഴ്നാട്ടിലാണുള്ളത്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് തമിഴ്നാട് ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് ഓർ എ കൺവെയൻസ് ഗുഡ്സ് സപ്ലൈഡ് ഓൺ ബോർഡ് എ കൺവെയൻസ്. അതായത് നമ്മൾ വെസലിലൊക്കെ ഏതെങ്കിലും ഷിപ്പ് വഴിയോ അങ്ങനെയൊക്കെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. ചിലപ്പോൾ അത് ഇൻ്റർസ്റ്റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഷിപ്പുകളായിരിക്കും, കൺവെയൻസ് ആയിരിക്കും, ഏത് വഴിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണെങ്കിൽ നമ്മൾ GST കൊടുക്കണമല്ലോ. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണോ ആ ഗുഡ്സ് നമ്മൾ ബോർഡിലേക്ക് ടേക്ക് ചെയ്തത് അവിടെയായിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ആ ട്രെയിൻ പോരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് കുറേ ഫുഡും കാര്യങ്ങളും ഒക്കെ ഗുജറാത്തിൽ വെച്ച് തന്നെ ലോഡ് ചെയ്ത് നമ്മുടെ ട്രെയിനിൽ കയറ്റിയായിരുന്നു. അപ്പോൾ പക്ഷേ ഗുഡ്സ് ഏതോ വഴിയാണ്, അതായത് ഫുഡ് പാക്കറ്റ്സ് നമ്മൾ ഏതോ ഒരു റൂട്ടിലാണ് കൊടുത്തത് ആർക്ക്, പാസഞ്ചേഴ്സിന്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ഗുഡ്സ് ആ ഒരു ട്രെയിനിൽ ലോഡ് ചെയ്തിരിക്കുന്ന പ്ലേസ് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗുജറാത്തിൽ നിന്നാണ് ഗുഡ്സ് കയറ്റിയത്, അതായത് ഫുഡ് നമ്മൾ ട്രെയിനിലേക്ക് കയറ്റിയത് ഗുജറാത്തിലാണ്. സോ ഗുജറാത്ത് ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഗുജറാത്തിൽ നിന്നും ചെന്നൈയിലായതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ IGST ചാർജ് ചെയ്യും. ഓക്കെ, ഇനി ഇൻ എനി അതർ കേസസ് ആണെന്നുണ്ടെങ്കിൽ
പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമൈൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിധത്തിലായിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യയുടെ കേസാണ് നോക്കുന്നത്. ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യയിലേക്കാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി ഇമ്പോർട്ടർ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇമ്പോർട്ടർ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ്പോർട്ട് എപ്പോഴും സീറോ റേറ്റഡ് സപ്ലൈ ആണ്. ലൊക്കേഷൻ ഓഫ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ എന്തായാലും ടാക്സബിൾ ടെറിട്ടറി അല്ലാത്തതുകൊണ്ട് GST വരില്ല. സോ അതുകൊണ്ട് എക്സ്പോർട്ട് സീറോ റേറ്റഡ് സപ്ലൈ ആണ്, എക്സംപ്റ്റഡ് സപ്ലൈ ആണ്, അതുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ നമ്മൾ ലെവി ചെയ്യുന്നത് IGST ആയിരിക്കും. ടെക്സ്റ്റിൽ കിടക്കുന്ന ഇല്ലുസ്ട്രേഷൻസൊക്കെ സിമിലർ ആണ്. നമ്മൾ ഈ പറഞ്ഞു പോയിരിക്കുന്ന എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബേസിക് ആയിട്ടുള്ള 6 കാര്യങ്ങളും ഈ 6 സിറ്റുവേഷനിലും എവിടെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പഠിച്ചാൽ മാത്രം മതി. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈസിയാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.